നമസ്കാരം, ചെസ് ബാറ്റിൽസ് മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ചെസ് മാന്ത്രികൻ മിഖായൽ താലിൻ്റെ വളരെ മികച്ചൊരു അറ്റാക്കിംഗ് ഗെയിമാണ് കാണിക്കാൻ പോകുന്നത്. ഈ ഗെയിം നടന്നിരിക്കുന്നത് 1949 സ്ട്രെൽക്കോ എന്ന ചെസ് പ്ലെയർ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ എതിരാളി. ഈ ഗെയിമിൽ മിഖായൽ താൽ വൈറ്റ് സൈഡും സ്ട്രെൽക്കോ ബ്ലാക്ക് സൈഡുമാണ് കളിക്കുന്നത്. താൽ E4 മൂവ് ചെയ്തുകൊണ്ട് ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നു. സ്ട്രെൽക്കോ E6 മൂവ് ചെയ്യുന്നു. ഫ്രഞ്ച് ഡിഫൻസ് ആണ്. വൈറ്റ് D4 മൂവ് ചെയ്യുന്നു. ബ്ലാക്ക് D5 മൂവ് ചെയ്തുകൊണ്ട് ഇവിടെ ഒരു പോൺ എക്സ്ചേഞ്ച് ഓഫർ ചെയ്യുന്നു. വൈറ്റിനോട് വേണമെങ്കിൽ ആ ഓഫർ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് എക്സ്ചേഞ്ച് വേരിയേഷനിലേക്ക് മാറാം, അല്ലെങ്കിൽ E4 പോണെ ഏതെങ്കിലും പീസുകൾ ഉപയോഗിച്ച് സപ്പോർട്ട് ചെയ്യാം. താലിവിടെ താരാഷ് വേരിയേഷനാണ് സെലക്ട് ചെയ്യുന്നത്. നൈറ്റിനെ D2 കൊണ്ടുവന്ന് E4 പോൺ സപ്പോർട്ട് ചെയ്യുന്നു. ബ്ലാക്ക് പോൺ വെച്ച് പോൺ വെട്ടുന്നു. വൈറ്റ് നൈറ്റ് വെച്ച് തിരിച്ചു വെട്ടുന്നു. ഇവിടെ ബ്ലാക്ക് നൈറ്റിനെ D7 ഡെവലപ്പ് ചെയ്യുന്നു. വൈറ്റ് നൈറ്റിനെ F3 ഡെവലപ്പ് ചെയ്യുന്നു. ബ്ലാക്ക് അടുത്ത നൈറ്റിനെ കൂടി ഡെവലപ്പ് ചെയ്യാണ്. നൈറ്റിനെ F6 ഡെവലപ്പ് ചെയ്തുകൊണ്ട് വൈറ്റിനെ നൈറ്റിനെ അറ്റാക്ക് ചെയ്യുന്നു. വൈറ്റ് നൈറ്റിനെ G3 മൂവ് ചെയ്യുന്നു. ഇവിടെ ബ്ലാക്ക് വീണ്ടും ഒരു പോൺ എക്സ്ചേഞ്ച് ഓഫറാണ്. C5 മൂവ് ചെയ്തുകൊണ്ട് D4 പോണിനെ അറ്റാക്ക് ചെയ്യുന്നു. എന്നാൽ താലിവിടെ ഒരു എക്സ്ചേഞ്ചിലേക്ക് പോകുന്നില്ല, പകരം ആ പോണിന് ഒരു സപ്പോർട്ട് കൊടുക്കുകയാണ്. C3 മൂവ് ചെയ്യുന്നു. ബ്ലാക്ക് ആ എക്സ്ചേഞ്ചിലേക്ക് തന്നെ പോവുകയാണ്. പോൺ വെച്ച് പോൺ വെട്ടുന്നു. വൈറ്റ് നൈറ്റ് വെച്ച് തിരിച്ചു വെട്ടുന്നു. ഇവിടെ ഇപ്പോൾ വൈറ്റിൻ്റെ നൈറ്റിനും ബിഷപ്പിനും B5 സ്കോറിലേക്ക് നല്ലൊരു കൺട്രോൾ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ബ്ലാക്ക് A6 മൂവ് ചെയ്തുകൊണ്ട് B5 സ്കോർ കൺട്രോൾ ചെയ്യുന്നു. വൈറ്റ് ബിഷപ്പിനെ D3 ഡെവലപ്പ് ചെയ്യുന്നു. ഇതോടെ വൈറ്റിൻ്റെ ബിഷപ്പിന് H7 ഒരു കൺട്രോൾ ആയിട്ടുണ്ട്. അതുകൊണ്ട് ബ്ലാക്ക് ആ ബിഷപ്പിനെ അവിടെ നിന്ന് ഒഴിവാക്കാൻ ശ്രമിക്കുകയാണ്. നൈറ്റിനെ C5 മൂവ് ചെയ്തുകൊണ്ട് വൈറ്റിൻ്റെ ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യുന്നു. ഇവിടെ എന്തായാലും ഈ ബിഷപ്പുമായിട്ട് നൈറ്റിനെ എക്സ്ചേഞ്ച് ചെയ്യുകയാണ് ബ്ലാക്കിൻ്റെ പ്ലാൻ. അതുകൊണ്ട് വൈറ്റ് ആ ബിഷപ്പിനെ അവിടെ നിന്ന് മാറ്റാണ്. ഈ H7 കൺട്രോൾ നിലനിർത്തിക്കൊണ്ട് തന്നെ ബിഷപ്പിനെ C2 മൂവ് ചെയ്യുന്നു. ഇവിടെ ബ്ലാക്ക് ഈ ക്വീനുകൾ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്തുകൊണ്ട് വൈറ്റിനെ കാസലിംഗ് ചെയ്യുന്നതിൽ നിന്നും തടയാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് E5 മൂവ് ചെയ്തുകൊണ്ട് നൈറ്റിനെ അറ്റാക്ക് ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ വൈറ്റ് നൈറ്റിനെ എങ്ങോട്ടെങ്കിലും മാറ്റുകയാണെങ്കിൽ ഈ ക്വീനുകൾ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യാം. ഇവിടെ ഇപ്പോൾ ബിഷപ്പ് വെച്ച് വിട്ടാണെങ്കിൽ ബിഷപ്പിന് F3 കൺട്രോൾ നഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെ നൈറ്റിനെ F3 കൊണ്ടൊന്ന് ചെക്ക് കൊടുക്കാം. ഇവിടെ എന്തായാലും കിങ്ങിന് മൂവ് ചെയ്യേണ്ടി വരുന്നതോടെ കാസലിങ്ങിനുള്ള അവകാശം നഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെ താൽ ഇപ്പോൾ ഈ നൈറ്റിനെ അറ്റാക്കിൽ നിന്ന് മാറ്റുന്നില്ല, പകരം ക്വീനെ E2 കൊണ്ടുവന്ന് ആ പോണിനെ പിൻ ചെയ്യുന്നു. ഇപ്പോൾ ആ പോൺ പിന്നിങ്ങിലായതുകൊണ്ട് പോൺ വെച്ച് നൈറ്റിന് ഇട്ടാൻ പറ്റില്ല. അതുപോലെ ആ പോൺ ഇപ്പോൾ അറ്റാക്കിലുമാണ്. ഇനി അടുത്ത മൂവിൽ വൈറ്റിന് ചെക്കോട് കൂടി ആ പോണിനെ വെട്ടിയെടുക്കാനും പറ്റും. അതുകൊണ്ട് ബ്ലാക്ക് ആ പോണിന് സപ്പോർട്ട് കൊടുക്കുകയാണ്. ബിഷപ്പിനെ D6 ഡെവലപ്പ് ചെയ്തുകൊണ്ട് പോണിനെ സപ്പോർട്ട് ചെയ്യുന്നു. ഈ ബിഷപ്പ് ഇങ്ങോട്ട് ഡെവലപ്പ് ആയതോടെ ഇവിടെ ബ്ലാക്കിന് കാസലിംഗ് ചെയ്യാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. ബ്ലാക്ക് കിങ്സിലേക്ക് കാസലിംഗ് ചെയ്യാൻ ശ്രമിക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വൈറ്റ് ഒരു അറ്റാക്ക് സ്റ്റാർട്ട് ചെയ്യാണ്. ഈ അറ്റാക്കിലുള്ള നൈറ്റിനെ F5 മൂവ് ചെയ്തുകൊണ്ട് ബ്ലാക്കിൻ്റെ ബിഷപ്പിനെയും G7 പോണേയും ഒരുമിച്ച് അറ്റാക്ക് ചെയ്യുന്നു. ഇതൊരു എക്സ്ചേഞ്ച് ഓഫ് റൂടെയാണ്. ബ്ലാക്കിനെ ഇപ്പോൾ വേണമെങ്കിൽ വൈറ്റിൻ്റെ ഈ വളരെ സ്ട്രോങ് ആയിട്ടുള്ള നൈറ്റുമായിട്ട് ഈ ഡെവലപ്പ് ആവാത്ത ബിഷപ്പിനെ എക്സ്ചേഞ്ച് ചെയ്യാം. അങ്ങനെ ഇപ്പോൾ ഈ നൈറ്റും ബിഷപ്പുമായിട്ട് എക്സ്ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ പിന്നീട് ഇവിടെ കാസലിംഗ് ചെയ്യുന്ന കാര്യം കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ബ്ലാക്ക് ഇപ്പോൾ ഒരു എക്സ്ചേഞ്ചിലേക്ക് പോകുന്നില്ല, പകരം കിങ്സിലേക്ക് കാസലിംഗ് ചെയ്തുകൊണ്ട് G7 പോണിനെ സപ്പോർട്ട് ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ കാസലിംഗ് ചെയ്യുന്നതിന് പകരം ബിഷപ്പ് വെച്ച് നൈറ്റിനോട്ടാണ് ചെയ്യുന്നതെങ്കിൽ വൈറ്റിന് നൈറ്റ് വെച്ച് ബിഷപ്പിനെ വെട്ടിക്കൊണ്ട് അതേ അറ്റാക്ക് തന്നെ കൊടുക്കാൻ പറ്റും. ഇവിടെ ഇപ്പോൾ നേരത്തെ കണ്ട പോലെ കിങ്സിലേക്ക് കാസലിംഗ് ചെയ്തുകൊണ്ട് ആ പോണിനെ സംരക്ഷിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ബ്ലാക്കിന് ബിഷപ്പിനെ H6 കൊണ്ടുവന്ന് ഇങ്ങനൊരു അറ്റാക്കിന് ശ്രമിക്കാം. ബ്ലാക്ക് ഇവിടെ G6 മൂവ് ചെയ്തുകൊണ്ട് വൈറ്റിനെ നൈറ്റിനെ അറ്റാക്ക് ആണെങ്കിൽ വൈറ്റിന് ആദ്യം നൈറ്റും ഈ ബിഷപ്പും തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യാം. അതിനുശേഷം ബിഷപ്പ് വെച്ച് ആ റൂക്കിനെ വെട്ടിയെടുക്കാനും സാധിക്കും. അല്ലാതെ ഈ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആദ്യം റൂക്കിനെ D1 കൊണ്ടുവന്ന് ബിഷപ്പിനെതിരെ ഡബിൾ അറ്റാക്ക് കൊടുക്കാൻ കഴിയും. ആ ബിഷപ്പ് പിന്നിങ്ങിലായതിനാൽ ബിഷപ്പിനോടൊന്ന് മാറ്റാൻ പറ്റില്ല. ഇനിയിപ്പോൾ നൈറ്റിനെ E8 കൊണ്ടുവന്ന് ആ ബിഷപ്പിന് ഒരു സപ്പോർട്ട് കൊടുത്താലും റൂക്ക് വെച്ച് ബിഷപ്പിനെ വെട്ടിക്കൊണ്ട് ക്വീനെതിരെ അറ്റാക്ക് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ ക്വീനിന് സേഫായിട്ട് പോകാൻ അധികം സ്കോറുകളൊന്നുമില്ല. ഇവിടെ ഇപ്പോൾ C8 മൂവ് ചെയ്യുന്നതെങ്കിൽ ഇങ്ങനൊരു ഫോർക്കും ചെക്ക് വരുന്നതോടെ ആ ക്വീൻ നഷ്ടപ്പെടും. അല്ലാതെ വേറെ അങ്ങോട്ടൊക്കെയാണല്ലോ മൂവ് ചെയ്താലും റൂക്ക് വെച്ച് H6 പോയിന്റ് എടുക്കാനും അതിനുശേഷം ക്വീനെ കൂടെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് വളരെ വേഗത്തിൽ ഇവിടെ ഒരു ചെക്ക്മേറ്റ് ചെയ്യാനും കഴിയും.
ഇനി ഇവിടെ ക്വീനെ അറ്റാക്കിൽ നിന്ന് മാറ്റുന്നതിന് പകരം നൈറ്റ് വെച്ച് റൂക്കിന് ഇട്ടെടുത്തുകൊണ്ട് വൈറ്റിൻ്റെ നൈറ്റിനെതിരെ അറ്റാക്ക് കൊടുക്കാനും പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ആദ്യം ക്വീൻ G4ലേക്ക് ഒന്ന് ചെക്ക് വരും. ഇവിടെ ഇപ്പോൾ 2 ഓപ്ഷനേ ഉള്ളൂ. ഒന്നുകിൽ കിങ്ങിനെ H8ലേക്ക് മൂവ് ചെയ്യാം, അല്ലെങ്കിൽ ക്വീൻ ഉപയോഗിച്ച് ഈ ചെക്ക് ബ്ലോക്ക് ചെയ്യാം. ഇവിടെ ഇപ്പോൾ കിങ് H8ലേക്കാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ അപ്പോൾ തന്നെ ചെക്ക് ആണ്. അല്ലാതെ ക്വീൻ ഉപയോഗിച്ച് ബ്ലോക്ക് ചെയ്താലും നൈറ്റ് ഉപയോഗിച്ച് H6ലെ പോയിന്റ് എടുത്തുകൊണ്ട് ചെക്ക് കൊടുക്കാം. ബ്ലാക്കിൻ്റെ ക്വീൻ ഇപ്പോഴും പിന്നിങ്ങിലായത് കാരണം ക്വീൻ ഉപയോഗിച്ച് നൈറ്റ് നോട്ടാൻ പറ്റില്ല. ഇനി എന്തായാലും കിങ് ചെക്കിൽ നിന്ന് മാറുമ്പോൾ വൈറ്റിനെ ക്വീൻ ഉപയോഗിച്ച് ക്വീനെ വിട്ടെടുക്കുക. ഇങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുള്ളതുകൊണ്ടാണ് ബ്ലാക്ക് ഇപ്പോൾ ബിഷപ്പ് ഉപയോഗിച്ച് നൈറ്റ് നോട്ട് ചെയ്യുന്നതിന് പകരം കിങ്സ് എല്ലേക്ക് കാസ്റ്റിംഗ് ചെയ്തത്. ഇവിടെ ഇപ്പോൾ വേണമെങ്കിൽ വൈറ്റിന് നേരത്തെ കണ്ട പോലെ ബിഷപ്പിനെ സാക്രിഫൈസ് ചെയ്തുകൊണ്ട് ഒരു അറ്റാക്കിന് ശ്രമിക്കാമായിരുന്നു. എന്നാൽ ഇത് മിഖായൽ താലിൻ്റെ ഗെയിമാണ്. അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ മാർഗങ്ങളുണ്ട്. ഇവിടെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ മറ്റൊരു ആശയമാണുള്ളത്. അദ്ദേഹം ഇവിടെ ഇപ്പോൾ ബിഷപ്പിനെ സാക്രിഫൈസ് ചെയ്യുന്നില്ല, പകരം ബിഷപ്പിനെ G5ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് ബ്ലാക്കിൻ്റെ നൈറ്റിനെ പിൻ ചെയ്യുന്നു. ഈ മൂവിന് പിന്നിൽ പ്രധാനമായും 2 ഉദ്ദേശങ്ങളാണുള്ളത്. ഒന്നാമത്തത് ബ്ലാക്കിൻ്റെ ഈ നൈറ്റിനെ പിൻ ചെയ്യുക. രണ്ടാമത്തത് ഇനി അടുത്ത മൂവിൽ റൂക്കിനെ D1ലേക്ക് കൊണ്ടുവന്ന് നേരത്തെ കൊണ്ടുപോലെ തന്നെ ബ്ലാക്കിൻ്റെ ബിഷപ്പിനെ പിൻ ചെയ്യുകയാണ് ഉദ്ദേശം. അങ്ങനെ അറ്റാക്ക് വരുമ്പോൾ ബ്ലാക്കിനിപ്പോൾ ഈ നൈറ്റിനെ മാറ്റിക്കൊണ്ട് നേരത്തെ കണ്ട പോലെ ബിഷപ്പിന് സപ്പോർട്ട് എടുക്കാൻ പറ്റില്ല, കാരണം ഈ ബിഷപ്പിൻ്റെ പിന്നിങ് ഉണ്ട്. ആ ഒരു മൂവ് മുന്നിൽ കണ്ടുകൊണ്ടാണ് അദ്ദേഹം ആദ്യം തന്നെ ഈ നൈറ്റിനെ പിൻ ചെയ്തത്. ഇനി ബ്ലാക്കിൻ്റെ മൂവാണ്. ബ്ലാക്ക് ഇവിടെ എന്താണ് ചെയ്യുന്നത് നോക്കാം. ബ്ലാക്കും ഈ റൂക്ക് വെച്ചുള്ള അറ്റാക്ക് മുന്നിൽ കൊണ്ടുകൊണ്ട് ബിഷപ്പിനെ അവിടെ നിന്ന് മാറ്റുകയാണ്. ബിഷപ്പിനെ C7ലേക്ക് മൂവ് ചെയ്യുന്നു. എന്നാൽ താൽ തൻ്റെ പ്ലാനുമായിട്ട് തന്നെ മുന്നോട്ട് പോയാണ് റൂക്കിനെ D1ലേക്ക് കൊണ്ടുവന്ന് ബ്ലാക്കിൻ്റെ ക്വീനെ അറ്റാക്ക് ചെയ്യുന്നു. ബ്ലാക്കിൻ്റെ ക്വീൻ ഇപ്പോൾ അറ്റാക്കിൽ നിന്നും എങ്ങോട്ടെങ്കിലും മാറുകയാണെങ്കിൽ ക്വീൻ വെച്ച് ഈ നൈറ്റ് ഉണ്ടായിരുന്ന സപ്പോർട്ട് നഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെ വൈറ്റിന് ബിഷപ്പ് വെച്ച് നൈറ്റിനോട്ട് എടുത്തുകൊണ്ട് ഒരു പീസ് ലാഭം നേടിയെടുക്കാം. ഇവിടെ ഇപ്പോൾ എന്തായാലും ബ്ലാക്കിന് പോൺ വെച്ച് തിരിച്ചുവിട്ടാൻ പറ്റില്ല. അങ്ങനെ പോൺ വെച്ച് തിരിച്ചുവിട്ടുകയാണെങ്കിൽ ക്വീൻ വെച്ച് ചെക്ക് വരികയും വളരെ വേഗത്തിൽ ചെക്ക് മേറ്റ് ആകുകയും ചെയ്യും. അതുകൊണ്ട് ഇവിടെ ഇപ്പോൾ ബ്ലാക്കിന് ക്വീനെ എങ്ങോട്ടെങ്കിലും മാറ്റാൻ പറ്റില്ല. അതുകൊണ്ട് ബ്ലാക്ക് നൈറ്റിനെ D7ലേക്ക് കൊണ്ടുവന്ന് ആ ക്വീനെതിരെയുള്ള അറ്റാക്ക് ബ്ലോക്ക് ചെയ്യുന്നതോടൊപ്പം നൈറ്റുകൾ പരസ്പരം സപ്പോർട്ട് ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ ബ്ലാക്കിൻ്റെ നൈറ്റുകൾ പരസ്പരം സപ്പോർട്ടിലാണെങ്കിലും ആ 2 നൈറ്റുകളും പിന്നിങ്ങിലാണ്. ബ്ലാക്കിൻ്റെ ക്വീൻ ഇപ്പോൾ ഈ D8 സ്ക്വയറിൽ നിന്നും എങ്ങോട്ടെങ്കിലും മാറിയാൽ മാത്രമേ ആ നൈറ്റുകൾ കൊണ്ട് ബ്ലാക്കിന് ഉപയോഗമുള്ളൂ. അതുകൊണ്ട് തന്നെ താലിവിടെ ബ്ലാക്കിൻ്റെ ക്വീനിന് ഈ പിന്നിൽ നിന്നും ഒഴിവാകാനുള്ള അവസരം കൊടുക്കുന്നില്ല. അതിനു മുമ്പായിട്ട് ഈ പിൻ പരമാവധി ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് നൈറ്റിനെ H5ലേക്ക് കൊണ്ടുവന്ന് ബ്ലാക്കിൻ്റെ നൈറ്റിനെതിരെ ഒരറ്റാക്ക് കൂടെ കൊണ്ടുവരുന്നു. ഇപ്പോൾ ഈ നൈറ്റിനെതിരെ അറ്റാക്കും ഉണ്ട്, അതുപോലെ G7 സ്ക്വയറിലേക്ക് ഒരു കൺട്രോളൂടെ കിട്ടിയിട്ടുണ്ട്. എന്നാൽ ബ്ലാക്കിന് ഇപ്പോഴും ഈ നൈറ്റ് വെച്ച് നൈറ്റ് നോട്ടാനോ അല്ലെങ്കിൽ ക്വീനെ പിന്നിങ്ങിൽ നിന്ന് മാറ്റാനോ പറ്റില്ല. അതുകൊണ്ട് ക്വീനിന് മൂവ് ചെയ്യാനായിട്ട് സ്പേസ് ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് ബിഷപ്പിനെ B6ലേക്ക് മൂവ് ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ ബിഷപ്പിനെ മൂവ് ചെയ്യുന്നതിനേക്കാൾ ഈ ക്വീനെ E8ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് ഈ 2 പിന്നുകളും ഒരുമിച്ച് ഒഴിവാക്കിക്കൂടെ എന്ന് തോന്നാം. അങ്ങനെ ഒഴിവാക്കിയാൽ എന്തൊക്കെ സംഭവിക്കും നോക്കാം. അങ്ങനെ മൂവ് ചെയ്യുകയാണെങ്കിൽ വൈറ്റിനെ ബിഷപ്പ് വെച്ച് ബ്ലാക്കിൻ്റെ നൈറ്റിനെ വെട്ടിയെടുക്കാം. ഇവിടെ ഇപ്പോൾ എന്തായാലും പോൺ വെച്ച് തിരിച്ചുവിട്ടാൻ പറ്റില്ല. ഇനി അടുത്ത മൂവിൽ ക്വീനെ G4ലേക്ക് കൊണ്ടുവന്ന് ഇവിടെ ഒരു ചെക്ക്മേറ്റ് ചെയ്യാൻ കഴിയും. ആ ചെക്ക്മേറ്റ് ഒഴിവാക്കുന്നതിനായിട്ട് ഇവിടെ ഇപ്പോൾ G6 മൂവ് ചെയ്തുകൊണ്ട് ഈ നൈറ്റുകളെ ഫോർക്ക് ചെയ്തിട്ടും കാര്യമില്ല. നൈറ്റ് H6ലേക്ക് വരുമ്പോൾ ചെക്ക്മേറ്റ് ആണ്. ഈ ഡയഗണലിലേക്ക് ബിഷപ്പിന് കൺട്രോൾ ഉണ്ട്. അല്ലാതെ ഇപ്പോൾ നൈറ്റ് വെച്ച് ബിഷപ്പിനോട്ടാണെങ്കിൽ നൈറ്റ് വെച്ച് നൈറ്റ് നോട്ടിക്കൊണ്ട് ഫോർക്കും ചെക്ക് വരും. ഇവിടെ ഇപ്പോൾ ക്വീൻ നഷ്ടപ്പെടാനും വളരെ വേഗത്തിൽ ചെക്ക്മേറ്റ് ആകാനും സാധ്യതയുണ്ട്. ഇപ്പോൾ പോൺ വെച്ച് നൈറ്റ് നോട്ട് എടുക്കുകയാണെങ്കിൽ ക്വീൻ G4ലേക്ക് ഒന്ന് ചെക്ക് വരികയും നേരത്തെ കണ്ടുപോലെ തന്നെ വളരെ വേഗത്തിൽ ചെക്ക്മേറ്റ് ആകുകയും ചെയ്യും. അങ്ങനെ ഏത് വേരിയേഷൻ നോക്കിയാലും ഇവിടെ വളരെ വേഗത്തിൽ ഒരു ചെക്ക്മേറ്റിന് സാധ്യതയുണ്ട്. അങ്ങനെ ഒരു പ്രശ്നമുള്ളതുകൊണ്ടാണ് ഇവിടെ ഇപ്പോൾ ക്വീനെ E8ലേക്ക് മാറ്റിക്കൊണ്ട് ഈ പിന്നുകൾ ഒഴിവാക്കുന്നതിന് പകരം ബിഷപ്പിനെ B6ലേക്ക് മൂവ് ചെയ്തുകൊണ്ട്
ക്വീനിന് മൂവ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ടാക്കുന്നത്. എന്നാൽ മിഖായൽ താലിൻ്റെ അടുത്ത മൂവോടെ ബ്ലാക്ക് തോൽവി സമ്മതിക്കായിരുന്നു. ഇവിടെ വൈറ്റിന് പല രീതിയിൽ മുന്നോട്ട് പോകാം. ഇവിടെ അദ്ദേഹം ബിഷപ്പ് വെച്ച് നൈറ്റിനെ വിട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഇപ്പോൾ എന്തായാലും ബ്ലാക്കിന് ക്വീനെ നഷ്ടപ്പെടുത്തി കളിക്കാതെ വേറെ വഴിയില്ല. ഇവിടെ ഇപ്പോൾ ക്വീൻ വെച്ച് ബിഷപ്പ് വെട്ടിയാലും അതുപോലെ നൈറ്റ് വെച്ച് വെട്ടിയാലും ക്വീൻ നഷ്ടപ്പെടും. അല്ലാതെ പോൺ വെച്ച് വെട്ടിയെടുക്കുകയാണെങ്കിൽ മുൻപ് പലതവണ ഉണ്ടാവും തന്നെ ക്വീൻ വെച്ച് ചെക്ക് വരികയും അടുത്ത മൂവിൽ ചെക്ക് മേറ്റ് ആകുകയും ചെയ്യും. ഇപ്പോൾ ബ്ലാക്കിൻ്റെ ക്വീനെതിരെ അറ്റാക്കുമാണ്. ഇപ്പോൾ C7ലേക്കാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ വൈറ്റിന് ഇപ്പോൾ 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നുകിൽ D7ലേക്ക് ഒന്ന് ചെക്ക് കൊടുക്കുക, അല്ലെങ്കിൽ G6ലേക്ക് ഒന്ന് ചെക്ക് കൊടുക്കുക വരും. ഇവിടെ ഇപ്പോൾ വേറെ ഓപ്ഷനൊന്നുമില്ല. കിങ്ങിന് H8ലേക്ക് മൂവ് ചെയ്യേണ്ടി വരും. ഈ സമയത്ത് ബിഷപ്പ് വെച്ച് G7ലെ പോണോട്ട് ചെക്ക് വരുമ്പോൾ ചെക്ക് മേറ്റ് ആവും. ആ ബിഷപ്പിന് ഇപ്പോൾ നൈറ്റിൻ്റെ സപ്പോർട്ടുണ്ട്. നൈറ്റ് E7ലേക്ക് തന്നെ ഒന്ന് ചെക്ക് കൊടുക്കുന്നില്ല. H6ലേക്ക് ഒന്ന് ചെക്ക് കൊടുത്താലും വളരെ വേഗത്തിൽ ചെക്ക് മേറ്റ് ചെയ്യാൻ കഴിയും. അദ്ദേഹം H6ൽ ചെക്ക് കൊടുക്കാം. കിങ് H8ലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ തന്നെ ചെക്ക് മേറ്റ് ആണ്. അല്ലാതെ ഈ ചെക്ക് ഒഴിവാക്കുന്നതിനായിട്ട് പോൺ വെച്ച് നൈറ്റിനോട് എടുക്കുകയാണെങ്കിലും അടുത്ത മൂവിൽ ക്വീൻ G4ലേക്ക് ഒന്ന് ചെക്ക് വരുമ്പോൾ ചെക്ക് മേറ്റ് ആവും. ഈ പൊസിഷനിൽ ഇപ്പോൾ ക്വീൻ C7ലേക്ക് വരുന്നതിന് പകരം ക്വീൻ E8ലേക്കാണ് വരുന്നതെങ്കിലും നൈറ്റിനെ H6ലേക്ക് കൊണ്ടൊന്ന് ചെക്ക് കൊടുക്കാം. ഇവിടെയും ബ്ലാക്ക് എന്ത് തന്നെ മൂവ് ചെയ്താലും അടുത്ത മൂവിൽ ചെക്ക് മേറ്റ് ആണ്. ഇപ്പോൾ H8ലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ ബിഷപ്പ് വെച്ച് പോണോട്ട് ചെക്ക് വരുമ്പോൾ ചെക്ക് മേറ്റ് ആവും. അല്ലാതെ നേരത്തെ കണ്ട പോലെ തന്നെ പോൺ വെച്ച് നൈറ്റിനോട്ടാണെങ്കിലും ക്വീൻ വെച്ച് ചെക്ക് വരുമ്പോൾ ചെക്ക് മേറ്റ് ആവും. അല്ലാതെ ഈ പൊസിഷനിൽ ബിഷപ്പ് വെച്ച് നൈറ്റിനോട്ടി കൊണ്ട് ക്വീനെതിരെ അറ്റാക്ക് വരുമ്പോൾ ക്വീനിനെ നഷ്ടപ്പെടുത്തി കളിച്ചാലും ഈ പൊസിഷനിൽ താലിനെതിരെ വിജയിക്കാൻ കഴിയില്ലെന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ് ബ്ലാക്ക് തോൽവി സമ്മതിച്ചത്. വളരെ നല്ലൊരു ഗെയിമായിരുന്നു. ഈ ഗെയിം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.